ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഔൾസ്. നമുക്കിന്ന് സാറ ഓൺ ജുവറ്റിൻ്റെ വൈറ്റ് ഹെറോൺ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആരാണ് സാറ ഓൺ ജുവറ്റ്, ഓക്കെ, അവരെ പറ്റി പഠിക്കാം. ബയോഗ്രഫി. സാറ ഓൺ ജുവറ്റ് എന്ന് പറയുന്നൊരു അമേരിക്കൻ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, ഓൾസോ പോയറ്റാണ്. അമേരിക്കൻ ലിറ്റററി റീജിയണലിസം, നമ്മുടെ ഈ ഒരു വർക്കിലും കാണാൻ പറ്റും റീജിയണലിസം. അപ്പോൾ അമേരിക്കൻ ലിറ്റററി റീജിയണലിസത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടീഷണർ ആയിട്ടാണ് ജെവറ്റിനെ അറിയപ്പെടുന്നത്. നമുക്ക് എസ് സി ഒക്കെ എഴുതുമ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ മാർക്ക് കിട്ടും. ഓക്കെ, അതുപോലെ നമുക്ക് അവരുടെ ഒന്ന് രണ്ട് വർക്ക്സ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. എ മാർഷ് ലാൻഡ്, എ കൺട്രി ഡോക്ടർ, ഡീപ്പ് ഹാവൻ, എക്സെട്ര. അത്രയൊക്കെ മതി. പിന്നെ പോയിട്രി എഴുതിയിട്ടുണ്ട്, നോൺ ഫിക്ഷൻ എഴുതുന്നുണ്ട്. നമുക്ക് ഇത്രയും മതി. പിന്നെ നമുക്ക് ഒരു 2019 ഫിലിം ദ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടുണ്ട് ആണ്. ഒന്നും അത്ര ആവശ്യമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. എ വൈറ്റ് ഹെറൺ. ഇതിനകത്ത് ആകെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് പഠിക്കേണ്ട 3 പേരാണ് സിൽവിയ, നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ്, പിന്നെ ദ ഹണ്ടർ, പേരില്ല, ദ ഹണ്ടർ, പിന്നെ മിസ്സിസ് ചില്ലി. ചില്ലി എന്ന് പറയുന്ന സിൽവയുടെ അമ്മാമ്മയാണ്. അത്ര മതി. ഇനി നമുക്ക് നമ്മുടെ പ്ലോട്ട് നോക്കാം. ഷോർട്ട് സ്റ്റോറി ആരംഭിക്കുമ്പോൾ ഒരു ജൂൺ ഈവനിങ്ങിൽ 9 വയസ്സുള്ള സിൽവിയ എന്ന് പറഞ്ഞൊരു കൊച്ച് അതിൻ്റെ പശുവിനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ പശുവിൻ്റെ പേര് മിസ്ട്രസ് മൂലിയാണ്. അപ്പോൾ മിസ്ട്രസ് മൂലി അവരുടെ ആ ഒരു പശുവിനെ നോക്കിക്കൊണ്ട് ആ കൊച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ മിസ്ട്രസ് മൂലിയെ കണ്ടുപിടിക്കാൻ പശുവിനൊരു പേരല്ലേ, വാ ലുക്കിംഗ് ലൈക്ക് എ വൗ. ഓക്കെ, അപ്പം ഈ പശുവിനെ കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു, ബിക്കോസ് ആ പശു ഒളിച്ചിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഈ മനുഷ്യരോട് കൂടിയിട്ട് മിസ്ട്രസ് മൂലി നമ്മുടെ പശുവും അടവൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവളുടെ കഴുത്തിൽ വലിയൊരു ബെല്ലുണ്ട്. ഈ ബെല്ല് വെച്ചിട്ടാണ് അവളെ പിടിക്കുന്നത്. അപ്പോൾ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ ആ ബെല്ല് ശബ്ദം ഉണ്ടാക്കില്ല. അതുകൊണ്ട് അവൾ അടവൊക്കെ പഠിച്ചിട്ട് അവൾ ആരെങ്കിലും പിടിക്കാൻ വരുമ്പോൾ അനങ്ങാതിരിക്കും. Sylvia enjoys the ritual and doesn't mind indulging Mistress Molly's mischief because she has a good milk supply and Sylvia doesn't have any children to play with. Okay, സിൽവിയയ്ക്ക് അവിടെ കളിക്കാനായിട്ട് കൂട്ടുകാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പശുക്കുട്ടിയോട് കളിച്ചിട്ടാണ് അവൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. സ്കൂളിലൊന്നും പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സന്തോഷമല്ലേ? ഓക്കെ, അങ്ങനെ സിൽവിയ അവളെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ എന്നിട്ട് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോയി. ബിക്കോസ് ദേ ആർ ലേറ്റർ ദാൻ യൂഷ്വൽ, സിൽവിയ വറീസ് ദാറ്റ് വാട്ട് ഹർ ഗ്രാൻഡ് മദർ വിൽ സേ. അപ്പോൾ ഗ്രാൻഡ് മദറുമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ താമസിച്ചു പോയതുകൊണ്ട് ഗ്രാൻഡ് മദർ എന്ത് പറയും എന്ന് പേടിച്ചിരിക്കുകയാണ്. പക്ഷേ ഗ്രാൻഡ് മദറിന് അറിയാം ഈ പശു ഇങ്ങനെ ഒരു തലതെറിച്ച പശു ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗ്രാൻഡ് മദർ ഒന്നും പറഞ്ഞില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് സിൽവിയയുടെ ഗ്രാൻഡ് മദറിനെ പറ്റി പഠിക്കാം. ഗ്രാൻഡ് മദർ മിസ്സിസ് ചില്ലി. അവർ ഈ സ്ത്രീ അമ്മൂമ്മയാണെങ്കിൽ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ലേറ്റായെന്ന് മനസ്സിലായി, പക്ഷെ അപ്സെറ്റ് ഒന്നും ആയില്ല. കാരണം സിൽവിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചില്ലി എന്തുകൊണ്ടാണ് സിൽവിയെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ സിൽവിയ നമ്മുടെ ചില്ലറിൻ്റെ മകളുടെ മകളാണ്. അപ്പോൾ ഈ കൊച്ചിന് സിറ്റിയിലൊക്കെ താമസിക്കാൻ ഭയങ്കര പേടിയാണ്. അതാണ് ഒരു കൺട്രി സൈഡിൽ കൊണ്ടുവന്നിട്ട് അവരൊരുമിച്ച് ജീവിക്കുന്നത്. സിൽവിയയുടെ പാരൻസിന് ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അതിനകത്ത് മിസ്സിസ് ചില്ലി ചൂസ് ചെയ്ത് സിൽവിയാണ്. ബിക്കോസ് ഷീ ഈസ് അഫ്രൈഡ് ഓഫ് പീപ്പിൾ ആൻഡ് പീപ്പിൾ ആർ സ്കാഴ്സ് ഇൻ ദ കൺട്രി സൈഡ്. അപ്പം ഈ അവൾക്ക് ആൾക്കാരെ ഭയങ്കര പേടിയാണ്. ഒരു കൊച്ചു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ കൺട്രി സൈഡിൽ ആൾക്കാരില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ നമ്മുടെ ഗ്രാമപ്രദേശത്താണെങ്കിൽ ഗ്രാമപ്രദേശത്തെ ആൾക്കാരെ അല്ലേ പേടിക്കേണ്ടത്. അവരല്ലേ നമ്മുടെ ബൈനോക്കുലേഴ്സ് വെച്ച് എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ മിസ്സിസ് ചില്ലിയുടെ ഫാമിലെത്തി. A cat greets Sylvia at the door. She announces that the place is so beautiful she never wants to return home. അങ്ങനെ back in the forest, Sylvia admires the nature around her. She cools her feet in the water when Mistress Mooley stops for a drink. ഓക്കെ, നമുക്ക് അമേരിക്കൻ റീജിയണലിസത്തിൻ്റെ ഒരു പ്രാക്ടീഷണറാണ് നമ്മുടെ റൈറ്റർ എന്നറിയാലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എക്സാമ്പിളായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതി വെക്കാൻ പറ്റും. She feels peaceful and sleepy as she listens to the birds singing their evening songs. Evening sets in and it becomes darker. അങ്ങനെ അങ്ങനെ സിൽവിയ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. സിറ്റിയിൽ അവരെ ബിള്ളി ചെയ്തൊരു ചെറുക്കനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനിങ്ങനെ ഓർത്തു. എന്നിട്ട് അവളിങ്ങനെ പെട്ടെന്ന് ഇരുട്ടിയപ്പോൾ മിസ്സിസ് മൂലിയായിട്ട് അവരിങ്ങനെ പോകാൻ തുടങ്ങി, വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്ന് സിൽവിയ ഒരു ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു വിസിൽ കേൾക്കുന്നുണ്ട്. അവൾ പേടിച്ചിട്ട് മിസ്ട്രസ് മൂലിയെ കളഞ്ഞിട്ട് ബുഷസിൻ്റെ ഇടയിൽ പോയി ഒളിച്ചു. നല്ല കൂട്ടുകാരിയല്ലേ. However, she is not quick enough and the man who whistle spots her. പക്ഷേ ഈ വിസിൽ യൂസ് ചെയ്ത മനുഷ്യൻ ഈ കൊച്ചിനെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട്
അടുത്ത ഏതാ, റോഡ് ഏതാ, എങ്ങനെ പോവേണ്ടതെന്നൊക്കെ അവരോട് ചോദിക്കുന്നു. അപ്പോൾ സിൽവിയ ഭയങ്കര പേടിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈവൻ അയാളോട് സംസാരിക്കാൻ പോയിട്ട് നോക്കാൻ വരെ പേടിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നോക്കുമ്പോൾ ഈ പുള്ളിയുടെ കയ്യിലൊരു ഗണ്ണൊക്കെ ഉണ്ട്. ഹി ബിഗിൻസ് ടു വാക്ക് നെക്സ്റ്റ് ടു സിൽവിയ ആൻഡ് എക്സ്പ്ലെയിൻസ് ഇൻ എ ഫ്രണ്ട്ലി വോയിസ് ദാറ്റ് ഹി ഈസ് എ ലോസ്റ്റ് ഹണ്ടർ ആൻഡ് വണ്ടേഴ്സ് വെദർ ഹി ക്യാൻ സ്റ്റേ അറ്റ് എ ഹൗസ് ഫോർ ദ നൈറ്റ് ബിക്കോസ് ഇറ്റ്സ് ടു ലേറ്റ്. അതായത് ഇത് ഹണ്ടറാണ്, അപ്പോൾ വഴി തെറ്റിപ്പോയി, അപ്പോൾ ഇവിടെ താമസിക്കാൻ സ്ഥലമുണ്ടെന്നൊന്നും അറിയില്ല, അപ്പോൾ ഒന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചോടെന്ന് ചോദിക്കും. അപ്പോൾ സിൽവിയയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. കാരണം മിസ്സസ് ടില്ലി ഒരുപക്ഷെ ദേഷ്യപ്പെട്ടാലോ ഒരു സ്ട്രേഞ്ചറുമായിട്ട് വീട്ടിൽ വരികയാണെങ്കിൽ, അങ്ങനെ പേടിയാവും കുട്ടിക്ക്. എങ്കിലും ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിയെ വിളിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് വരും. മിസ്സസ് ടില്ലി എല്ലാം കേൾക്കും, ഹണ്ടറിൻ്റെ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് പിന്നെന്താ കുഴപ്പമില്ല, ഇവിടെ നൈറ്റിൽ സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷെ സിൽവിയയ്ക്ക് ഇപ്പോഴും അയാളെ പറ്റി പേടിയാണ്, കാരണം ഗണ്ണൊക്കെ ഉള്ളതുകൊണ്ട്. അന്ന് പക്ഷെ ഈ ചില്ലിയുടെ റിയാക്ഷൻ കണ്ടപ്പം ഈ പെങ്കൊച്ച് ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ ഈ ഹണ്ടർ ഉണ്ടല്ലോ, പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് പോവുകയാണ്. ഹീ ഈസ് സർപ്രൈസ്ഡ് ദാറ്റ് പ്ലേസ് ടു ഫൈൻഡ് മിസ്സസ് ചില്ലീസ് home to be clean and comfortable. His opinion is that home in the New England wilderness tend to be dirty and uncomfortable. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലങ്ങനായിരുന്നു. ന്യൂ ഇംഗ്ലണ്ടിലെ വീടുകളൊക്കെ ഭയങ്കര ഡേർട്ടി ആയിരിക്കും, ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. പക്ഷെ അതൊക്കെ പൊളിച്ചെഴുതിയിട്ടാണ് മിസ്സസ് ചില്ലിയുടെ ചൈൽഡ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള വീടെന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ മിസ്സസ് ചില്ലിയായിട്ടും സിൽവിയായിട്ടും ഈ പുള്ളി ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയി. അതുപോലെ സിൽവി ഇങ്ങനെ സൂക്ഷിച്ച് ഇദ്ദേഹം വാച്ച് ചെയ്യുന്നുണ്ട്. ലിസൺസ് ടു മിസ്സസ് ചില്ലീസ് റെമിനിസൻസ് ആൻഡ് കോംപ്ലിമെന്റ്സ് ഹർ ഫുഡ്. അപ്പം മീലിന് ശേഷം അവർ ഒരുമിച്ച് സംസാരിക്കാൻ പോവാണ് ലൈഫിനെ പറ്റിയിട്ടൊക്കെ. അങ്ങനെ ചില്ലിക്ക് സിൽവിയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ സിൽവി, നമ്മുടെ അമ്മമാർക്കും നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ സിൽവിയെ പറ്റി കുറേ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ കുട്ടികളെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ 4 മക്കൾ മരിച്ചുപോയി കേട്ടോ. എന്നിട്ടിപ്പോൾ സിൽവിയുടെ മാത്രം അതുപോലെ ഒരു മോന് മാത്രമേ ഉള്ളൂ. ഈ സണ്ണിൻ്റെ പേര് ഡാൻ എന്നാണ്. പുള്ളി കാലിഫോർണിയയിലേക്ക് പോയി. ഓൾദോ ഷീ ഈസ് വറീഡ് ഹീ ഈസ് ഓൾസോ ഡെഡ് ബിക്കോസ് ഹി ഹാസ് ഇൻ കോൺടാക്റ്റഡ് ഹർ ഇൻ എ വൈൽ. അതായത് കാലിഫോർണിയയിലേക്ക് പോയിട്ട് പിന്നെ കോൺടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഷീ ബോസ്റ്റ് അബൌട്ട് ഡാൻസ് ഹണ്ടിങ് ടാലൻറ്റ്. അപ്പോൾ ഈ മകൻ്റെ ഈ ഒരു ഹണ്ടിങ് ടാലൻറ്റ്, ഈ ഹണ്ടറിനെ പോലെ ഭയങ്കര ടാലൻറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം മിസ്സസ് ടില്ലി ഒരു സ്ട്രേഞ്ചറിനെ ഒന്നും വഴക്കൊന്നും പറയാതെ തന്നെ അക്സെപ്റ്റ് ചെയ്തത്. കാരണം മകൻ്റെ ഓർമ്മ വന്നു കാണും. ഷീ അണ്ടർസ്റ്റാൻഡ്സ് വൈ ഹി ലെഫ്റ്റ് ബിക്കോസ് ഷീ വുഡ് ഹാവ് ട്രാവൽഡ് ഇഫ് ഷീ കുഡ് ഹാവ്. മിസ്സസ് ടില്ലി എക്സ്പ്ലെയിൻ that Sylvia is not like Dan because she knows the woods well and she likes to befriend birds. അപ്പം സിൽവിയയ്ക്ക് നന്നായിട്ട് കാടിനെ അറിയാം, ബേർഡ്സുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും അത് കേൾക്കുമ്പോഴത്തേക്കും ഹണ്ടർ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി. അതായത് ഹണ്ടർക്ക് ഒരു ഉദ്ദേശമുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പം ഈ നമ്മുടെ ചില്ലിയാണെങ്കിൽ ഇങ്ങനെ മോനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതായത് ആ മോൻ ഇങ്ങനെ ബേർഡ്സിനെയൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു, കുഞ്ഞിലെയൊക്കെ ബേർഡ്സിനെ കളക്ട് ചെയ്യും, അതൊരു ഹോബി ആയിരുന്നു എന്നൊക്കെ. എങ്ങനെയാണ് കളക്ട് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ജീവനോടെ ആയിരിക്കും അല്ലേ. എനിക്ക് പണ്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു 4ാം ക്ലാസ്സിൽ, മുഹസിന എന്നാ പേര്. അവളാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ, കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് ഇലയപ്പം ഉണ്ടാക്കുമായിരുന്നു. വെച്ചാൽ അതിനെ അടിച്ചു കൊല്ലും, എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെക്കും, ഇലയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇന്നാ ഇലയപ്പം എന്നും പറഞ്ഞ് കൊണ്ട് കൊടുക്കുമായിരുന്നു. ദുഷ്ട ക്രൂവൽ സൈക്കോപാത്ത്. ഇപ്പം എവിടെയാണോ എന്തോ. അങ്ങനെ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇത് ചിലപ്പോൾ ജീവനോടെ ആയിരിക്കുമല്ലേ കളക്ട് ചെയ്യുന്നത്. ആൻഡ് ഹി കിൽസ് ആൻഡ് സ്റ്റഫ്സ് ദം ടു കീപ് ഇൻ ഹിസ് ഹോം. എന്നിട്ട് ഈ ബോട്ട്സിനെ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ കൊല്ലും, എന്നിട്ട് വീട്ടിൽ സ്റ്റഫ് ചെയ്യും. ഒരു സൈക്കോപാത്ത് തന്നെ. ഹി പ്രൗഡ്ലി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി ഹാസ് പേഴ്സണലി കിൽഡ് എവറി ബോർഡ് ഇൻ ഹിസ് കളക്ഷൻ. ഇതാരാ പറയുന്നേ? ഓക്കെ, ഇത് പറയുന്നത് ഹണ്ടറാണ് കേട്ടോ. ഹണ്ടറാണ് ഇതൊക്കെ പറയുന്നത്. അതായത് ഈ കിളികളെയൊക്കെ തല്ലി കൊന്ന് വീട്ടിൽ ഇങ്ങനെ വെക്കാറുണ്ട്, ഇപ്പോഴും അതുണ്ട്, ഇഷ്ടം പോലെ ബോർഡ് കളക്ഷൻ ഉണ്ടെന്നൊക്കെ പറയാണ്. ഓ മൈ ഗോഡ്. ഹി ഈസ് കറന്റ്ലി സെർച്ചിങ് ഫോർ എ ഫ്യൂ റെയർ ബോർഡ്സ്, വൺ ഓഫ് വിച്ച് ഈസ് എ വൈറ്റ് ഹെറൺ. അതായത് വൈറ്റ് ഹെറൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡുണ്ട്, ഈ നമ്മുടെ കൊക്ക് തന്നെ. അപ്പോൾ അത് റെയർ ആണ്. അപ്പോൾ അതിനെയാണ് ഈ പുള്ളി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, അതിനെ തല്ലി കൊന്ന് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും. അപ്പം സിൽവിയയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ ബേർഡ്സിനെ പറ്റിയിട്ട്. അപ്പോൾ സിൽവിയോട് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ നോക്കുള്ളൂ, ഇങ്ങനെ വാച്ച് ചെയ്യും, അവർക്ക് ഈ ബേർഡിനെ അറിയാവോന്ന്. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ ഹെറോൺസ് നെസ്റ്റ് വുഡ് ബി അപ്പ് ഇൻ എ വെരി ഹൈ ട്രീ ലൈക്ക് ഹോക്ക് നെസ്റ്റ്. അപ്പം നെസ്റ്റ് അതായത് വലിയൊരു മരത്തിൻ്റെ മുകളിലായിരിക്കും ഇതിന് നെസ്റ്റ് ഉണ്ടാവുക. ഹി സേസ് ദാറ്റ് ഹി വുഡ് പേ $10 to anyone who helps him locate the rare bird.
വിച്ച് ഈസ് എ ലോട്ട് ഓഫ് മണി ഫോർ മിസ്സിസ് ചില്ലി ആൻഡ് സിൽവിയ. ഓക്കെ, ഓഫർ ചെയ്യും, $10 കൊടുക്കും എന്ന് പറയും. അങ്ങനെ സിൽവിയ, പക്ഷെ സിൽവിയ ഇങ്ങനെ നോട്ടം കൊടുക്കില്ല ഹണ്ടറിന്. പക്ഷെ അവൾക്കറിയാം, അവൾ ആ ഒരു വൈറ്റ് ഹെറിനെ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ അന്ന് മിസ്സിസ് ചില്ലിയും സിൽവിയയും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യും, അവർ $10 കിട്ടുകയാണെങ്കിൽ അവർ എന്തൊക്കെയായിരിക്കും വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു പക്ഷെ അതിനെ ആയിരിക്കാം മറ്റേ പുള്ളിക്കാരൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസമാണെങ്കിൽ സിൽവിയയും ഹണ്ടറും വുഡിലേക്ക് പോകും ഹെറനെ കണ്ടുപിടിക്കാൻ വേണ്ടി. സിൽവിയയ്ക്ക് ഇപ്പോൾ പുള്ളിയെ പേടിയൊന്നുമില്ല കേട്ടോ. അതുപോലെ she begins to develop a small crush as he shares his knowledge of birds and gives her a jackknife. While she admires the hunter and finds him charming, she doesn't understand why he kills the bird he proclaims to love. അതായത് പുള്ളിക്ക് ബേർഡ്സിനെ പറ്റി ഇത്ര ഇഷ്ടമുണ്ട്, പക്ഷെ എന്തിനാ ബേർഡിനെയൊക്കെ പുള്ളി കൊല്ലുന്നത്, നമുക്കത് ഭയങ്കര ഡൗട്ടായിരുന്നു. Sylvia stays quiet, following the hunter's lead, even though she knows the wood well. She's disappointed they don't find the heron, but she doesn't volunteer that she has seen it before. അപ്പോൾ അവൾ ഒരിക്കലും പറയുന്നില്ല ഞാനതിന് മുൻപ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നില്ല. They do locate Mistress Mooley and head home. എന്നിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്, കിട്ടിയില്ല കേട്ടോ. When they pass the palace where Sylvia first heard the hunter's whistle, Sylvia smiles. Sylvia knows of a great pine tree nearby that was presumably left behind by loggers long ago. The pine is much taller than all the trees surrounding it, and Sylvia is sure if she climbs up high enough, she could locate the heron's nest. അതായത് വലിയ മരത്തിന്റെ മുകളിലായിരിക്കുമല്ലോ ഹെറൺ വീട് വെക്കുന്നത്. അപ്പോൾ അവൾക്കറിയാം അവിടെ വലിയൊരു പൈൻ ട്രീ ഉണ്ട്, അതിന്റെ മുകളിൽ മിക്കവാറും ഹെറൺ ഉണ്ടാവും എന്ന് അവൾക്കറിയാം. പക്ഷെ സിൽവിയ ആരോടും പറഞ്ഞില്ല. Sylvia stays up most of the nights excitedly thinking about climbing that pine, and she leaves home before dawn. എന്നിട്ട് അവൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അതിൻ്റെ മണ്ടയിൽ നെസ്റ്റ് കണ്ടുപിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വലിഞ്ഞു പിടിച്ച് കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൾ അതിൻ്റെ മുകളിൽ കയറിയപ്പോഴത്തേക്കും ആ ഒരു ഗ്രാമത്തിൻ്റെ ഫുൾ പനോരമിക് വ്യൂ അവൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഗ്രാമത്തിൻ്റെ ബ്യൂട്ടി, ബേർഡ്സ് അവരിങ്ങനെ പറക്കുന്നത്, സിങ് ചെയ്യുന്നത്, പിന്നെ ദൂരെ നിന്ന് വരുന്ന ഷിപ്സിനെ കാണുന്നുണ്ട്. ഫൈനലി അവൾ ഹെറോണിനെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഈ ഹെറണ് അവിടെ ഇരുന്നിട്ട് അടുത്ത ബ്രാഞ്ചിൽ അതിൻ്റെ ലവർ ഗേൾ ഫ്രണ്ടിനെ ഇങ്ങനെ വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഇനി $10 വേണ്ടി പുള്ളിക്കാരി ഒറ്റ കൊടുക്കുമോ ഹെറണെ? Soon, some noisy catbirds disturb the majestic heron and it flies off. Sylvia watches as the heron soars across the sun and lands in its nest, excited about telling the hunter. ഓക്കെ, അപ്പം ഈ കിട്ടി ഹെറനെ കിട്ടി എന്നൊക്കെ പറയാൻ വേണ്ടി അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നിട്ട് വീട്ടിലേക്ക് പോയി. പുള്ളി ഇത് കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും എന്നൊക്കെ അവൾ വിചാരിക്കുകയാണ്. ഈശ്വര, അവൾ ചതിക്കുന്ന തോന്നുന്നു ഹെറനെ അല്ലേ. അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ചിലി നോക്കുമ്പോൾ ചിലി നോക്കുമ്പോൾ സിൽവിയുടെ ബെഡ് എം ജിയാണ്, അവളെ കാണുന്നില്ല. അവൾ രാവിലെ പോയല്ലോ മരത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ഹണ്ടർ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എന്നിട്ട് അടുത്ത ദിവസത്തെ ഹണ്ടിങ്ങിന് വേണ്ടി പുള്ളി ഡ്രസ്സ് ചെയ്യാണ്. അങ്ങനെ അയാൾ ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഹണ്ടർ നമ്മുടെ സിൽവിയുടെ ബിഹേവിയറിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഹി ഈസ് ഷുവർ ദാറ്റ് ഷി ഹാസ് സീൻ ദ ഹെറൺ ആൻഡ് ഈസ് ഡിറ്റർമിൻഡ് ടു ഗോ ഗെറ്റ് ദ ഇൻഫർമേഷൻ ഫ്രം ഹർ. He sees her approaching the farm and notices her already shabby clothes are torn and stained. Okay, അപ്പോൾ ഇവർ ഓൾറെഡി പാവപ്പെട്ടവരാണ്, ഡ്രസ്സൊക്കെ ഇങ്ങനെ കീറിയിരിക്കുകയാണ്. അത് ഒന്നും കൂടെ കീറി ഷാബിയായി സ്റ്റെയിൻ ആയിട്ടിരിക്കുന്ന പുള്ളി നോട്ടീസ് ചെയ്യാണ്. അപ്പോൾ ഹണ്ടറും മിസ്സസ് ചില്ലിയും കൂടെ സിൽവിയെ ക്വസ്റ്റ്യൻ ചെയ്യും, എവിടാ പോയതെന്നൊക്കെ, കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവളിങ്ങനെ വിചാരിക്കുകയാണ്, ഈ ഹണ്ടറിൻ്റെ മണി അതൊരു ചാമിങ് ആണ് and her grandmother's disappointment, but she cannot tell the hunter kill the heron. Okay, അവൾ അവസാനം വിചാരിക്കും, വേണ്ട, ഗ്രാൻഡ്മ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയാലും സാരമില്ല, ഹെറനെ കൊല്ലണ്ടെന്ന് അവൾ വിചാരിക്കും, പറഞ്ഞു കൊടുക്കണ്ടെന്ന് വിചാരിക്കും. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് സിൽവിയ ഇങ്ങനെ വിചാരിക്കും, ഹണ്ടേഴ്സിൻ്റെ വിസിലും അതുപോലെ അവൾ റൈറ്റ് ചോയ്സ് ആയിരുന്നു എടുത്തതെന്ന് ഓർത്തിട്ട് അവൾ സന്തോഷിക്കാറുണ്ട്. She forgets how sad she felt when he shot and killed the birds and wonders if he would have made a better companion than the birds she chose. The story closes with the narrator imploring the natural world to comfort Sylvia because the beauty of nature can be great solace. അപ്പോൾ ഇതിൻ്റെ സംഭവം തീം എന്ന് വെച്ചാൽ സിമ്പിളാണ്. ആ ഒരു നാച്ചുറലിസം നമ്മുടെ വേർഡ്സ് ഓർത്തൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഓതറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ നമുക്ക് എഴുതാൻ പറ്റും. നാച്ചുറലിസം, റീജിയണലിസം, കൺട്രി സൈഡിനെ പറ്റി എഴുതുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ തീമും. അത് തന്നെയാണ്, അവൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ ബേർഡ്സിനെ ഒറ്റ കൊടുത്തില്ലല്ലോ, അത് തന്നെയാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കാമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.